കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും ക്രിസ്തുവിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തെക്കുറിച്ച് ഒരു ബൈബിൾ സ്റ്റഡി 3 എപ്പിസോഡ് കർത്താവിൽ ആശ്രയിച്ച് ദൈവം എനിക്ക് തന്ന ദൈവകൃപയ്ക്കൊത്തവണ്ണം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് ഒരുമിച്ച് പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുകയാണ്. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുപോ. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ല എന്ന് അരുളി ചെയ്തു. നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ 3 എപ്പിസോഡ് നമ്മൾ ഒരുമിച്ച് പഠിച്ച് ഇയ്യോബിന്റെ തലമുറയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് ചിന്തിപ്പാൻ പോകുന്ന ജോബിന്റെ സമ്പൽ സമൃദ്ധിയും തീരാദാനവും മക്കളുടെ അകാല മരണത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ദൈവപുത്രന്മാർ എന്നൊരു പദം ഇവിടെ നമ്മളെ വായിച്ചു. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു എന്ന് നമ്മളെ വായിച്ചല്ലോ. ദൈവപുത്രന്മാർ സൃഷ്ടികളായ ദൈവത്തിന്റെ സുവാർത്ത ദൂതന്മാരാണ്. 2 പ്രാവശ്യം ഈ പുസ്തകത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 1-ന്റെ 6-ഉം 2-ന്റെ 1-ഉം ഭാഗത്ത് ഈ ദൂതന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദൈവം സൃഷ്ടിച്ച വീഴ്ച ഭവിക്കാത്ത മാലാഖമാരാണ് ദൈവപുത്രന്മാർ. ദൂത സഞ്ചയങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ ഈ പുസ്തകത്തിലെ എൻജിനോളജി എന്നുള്ള ആ സബ്ജക്റ്റിലാണ് ഇതിന് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൂതന്മാരെ പറ്റി ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് തന്നെ തിരുവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ദൂതറിയിക്കുന്ന ദൂതന്മാരുണ്ട്, മെസ്സഞ്ചേഴ്സ് ഉണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യുദ്ധം ചെയ്യുന്നവരുണ്ട്, ആരാധിക്കുന്ന ദൂതന്മാരുണ്ട്. ഇങ്ങനെ സേവകാത്മാക്കളാകുന്ന, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന അനേക ദൂതന്മാരെ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രഭാത നക്ഷത്രങ്ങൾ 1-ന്റെ 6, 38-ന്റെ 6 പ്രഭാത നക്ഷത്രം, മോർണിംഗ് സ്റ്റാർസ് എന്നൊക്കെ തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 29-ന്റെ 1-ാമത്തെ വാക്യത്തിൽ യഹോവയ്ക്ക് മഹത്വം കൊടുക്കുക, അവനെ ആരാധിക്കുന്നതുപോലെ ആണ് നമുക്ക് തിരുവചനത്തിൽ പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഭൂമിയുടെ സൃഷ്ടിപ്പിന് മുമ്പ് ക്രിസ്തു അവരെ സൃഷ്ടിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 38-ന്റെ 4 മുതൽ 7 വാക്യവും 148-ാം സംഗീതം 2 മുതൽ 5 വരെയുള്ള വാക്യവും കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവപുത്രന്മാർ ദൈവസനയിൽ നിൽക്കുമ്പോൾ സാത്താനും ആ കൂട്ടത്തിൽ ചെന്നു. അപ്പൊ നോക്കണമേ, ദൈവപുത്രന്മാർ ദൈവിക ദൂതന്മാർ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ സാത്താനും ആ കൂട്ടത്തിൽ ചെന്നു. സാത്താനും ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാത്താനെ പറ്റി നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. ചില ഫാക്ട്സ് ഒക്കെ സാത്താനെ കുറിച്ച് പഠിക്കുന്നതല്ല. സാത്താൻ ഒരു അക്വൈസറാണ്, ഒരു അപവാദിയാണ്. വിശുദ്ധന്മാരെ പറ്റി അപവാദം പറഞ്ഞ് നടക്കുന്നവർ ആണ് സാത്താൻ. സാത്താൻ ഒരു വ്യക്തിയാണ്. അവന് സ്വന്തമായി പേരുണ്ട്, സ്വന്തമായി പ്രവർത്തന പദ്ധതികളുണ്ട്. ഈ ഭൂമിയിലെ ദൈവിക പ്രവർത്തനങ്ങളെ എതിർക്കുന്നതിനാവശ്യമായ സ്വന്തം പദ്ധതികൾ അവനുണ്ട്. അവന് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ന്റെ 9-ഉം ഇയ്യോബിന്റെ പുസ്തകം 1-ന്റെ 6-ഉം 2-ന്റെ 1-ഉം വായിക്കുമ്പോൾ അവന് ദൈവസന്നിധി ഉണ്ട്. അവൻ സഹോദരന്മാരെ പറ്റി കുറ്റം ചുമത്തുന്ന ഒരു അപവാദിയാണ്. അതിനെ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9, 11, 2-ന്റെ 4, 5, വെളിപ്പാട് പുസ്തകം 12-ന്റെ 10 ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ
ഫോർ ദ അക്വൈസർ ഓഫ് അവർ ബ്രദേഴ്സ് ഹാസ് ബീൻ ത്രോൺ ഡൗൺ. നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ പദ്ധതി. സ്തോത്രം. ദൈവമക്കളെ, വിശുദ്ധന്മാരെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് വിശുദ്ധന്മാരെ നശിപ്പിക്കുന്ന ജോലിയാണ് സാത്താൻ്റെ ജോലി. അതിന് നാം ദൈവമക്കൾ ഏജന്റ് ആകരുത്. ഒരു ദൈവദാസനെ കുറിച്ച്, ഒരു ദൈവ പൈതലിനെ കുറിച്ച് എവിടെങ്കിലും ഒരു അപവാദം കേൾക്കുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റുകാരാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും സകലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അതിന് നമ്മൾ ഏജന്റ് ആകരുതേ. ഇപ്പൊ ഭൂമിയിലല്ല ഇവൻ എന്ത് ചെയ്യുക? ഊടാടി സഞ്ചരിക്കുക. റോമിങ് അവൻ്റെ ജോലി. ഊടാടി സഞ്ചരിക്കുകയാണ്. അവന് ദൈവമായി സംസാരിക്കാൻ അനുവാദമുണ്ട്, ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള അധികാരമുണ്ട്. അവൻ വ്യക്തികളെ ഒറ്റപ്പെടുത്തി അവരെ നശിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവൻ നല്ല മനുഷ്യരെ കർത്താവിന് ദൈവപ്രസാദത്തോട് വചനപ്രകാരം ജീവിച്ച് ജയജീവിതം നയിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന സമർപ്പണമുള്ള ദൈവാലോചന ഏറ്റെടുക്കുന്ന ദൈവമക്കളെ അവൻ വെറുക്കുകയാണ്. ദൈവമക്കൾക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹം തിരിച്ചറിയുകയും ലഭിക്കുന്ന അനുഗ്രഹത്തോടെ അസൂയപ്പെടുന്നവൻ, ദൈവമക്കൾക്ക് നന്മ കിട്ടുമ്പോൾ അതിനോട് അസൂയപ്പെടുന്നവൻ സാത്താനാണ്. അതൊരു ദൈവമായിട്ടുള്ള കൂട്ടായ്മയെ നശിപ്പിക്കുന്നു. അങ്ങനെ ലോകത്തിന്മേൽ അവന് അധികാരമുണ്ട്. അങ്ങനെ ദൈവമക്കളുടെ മേൽ എപ്പോഴും അപവാദം പറഞ്ഞ് അവൻ പാപികളെ അവൻ്റെ അധികാരത്തിലാക്കുകയാണ്. അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നു. വിശുദ്ധന്മാരോട് പോരാടുന്നു. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വ്യാജാത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നു. അങ്ങനെ അനേകരെ തെറ്റിച്ച് കളയുന്ന ഒരു ജോലിയാണ് സാത്താൻ്റെ ജോലി. സ്വയത്തിൽ നിന്നുദ്ഭവിച്ച് നികളങ്കേതുവായി നിഷ്പാപാവസ്ഥയിൽ നിന്ന് ലംപതിച്ച്, എസെക്കിയേൽ പ്രവചനം 28-11 മുതൽ 19 വരെയും, യെശയ്യാവ് 14-12 മുതൽ 14 വരെയും, പാപത്തിൽ പതിച്ച് ഏതെങ്കിലും സർപ്പത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെ മനുഷ്യനെ ചതിച്ച പിശാച് ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലുമായി അവൻ്റെ പ്രവർത്തനം തുടരുകയാണ്. ഭാവിയിൽ സ്വർഗത്തിൽ നിന്നും വലിച്ചെറിയപ്പെടുന്നത് വരെ ഈ പ്രവർത്തനം അവൻ തുടരും. പിശാച് ദൈവജനത്തെയും ദൈവത്തെ ശത്രുവായി കാണുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവൻ തടസ്സം സൃഷ്ടിക്കുകയും ദൈവത്തിൻ്റെ അനുവാദത്തിനപ്പുറത്തൊന്നും അവന് ചെയ്യാനായിട്ട് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിക്കാതെ പിശാചിനൊന്നും ഒരു ദൈവ പൈതലിന് മേൽ ചെയ്യുവാൻ അനുവാദമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന് 31-ാം വാക്യങ്ങളിൽ ശിമോനെ ഗോതമ്പ് പോലെ പാറ്റുവാൻ അനുവാദം ചോദിച്ചു. പക്ഷെ ദൈവം അനുവദിച്ചില്ല. അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്. ദൈവമക്കളെ, സ്തോത്രം. പലപ്പോഴും ദൈവം നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ വിശുദ്ധി കൊണ്ടോ ഒന്നുമല്ല നമ്മൾ കൃപയിൽ നിൽക്കുന്നത്. നമ്മെ തകർത്ത് കളയുവാൻ സാത്താൻ പദ്ധതിയിടുമ്പോൾ ദൈവം അനുവാദിക്കുന്നതുകൊണ്ട്, ദൈവം അനുവദിക്കാത്തതുകൊണ്ട്. സ്തോത്രം. പലരെ പിശാച് കുടുക്കിയിട്ടുണ്ട്. 1 തീമോഥെയോസ് 1:19 മുതലുള്ള വാക്കുകൾ, ഹ്യൂമനിയോസ് അവനെ പിശാച് കുടുക്കി, കൃപയിൽ നിന്ന് പോയി. അതുപോലെ 2 തീമോഥെയോസ് 2:25-26 വാക്യങ്ങളിൽ പിശാചിന്റെ കണ്ണിൽ കുടുങ്ങിയവർ എന്ന് കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. അവൻ ഈ ലോകത്തിന്റെ പിശാചാണ്, പ്രഭുവാണ്, അവൻ ശത്രുവാണ്. പലപ്പോഴും ദൈവമക്കൾക്ക് എതിരായിട്ട് അസ്വസ്ഥതയും അസമാധാനത്തിൻ്റെയും സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പിശാചിന്റെ പദ്ധതി. ജോബിന്റെ മേൽ വെണ്ണിപ്പാൻ ദൃഷ്ടി വെച്ചു. നിങ്ങൾ നോക്കിക്കേ, യോബിനോട് സാത്താനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു. ദൈവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു. അപ്പോൾ പിശാചിന്റെ ഒരു
നോക്കണമേ, അവൻ്റെ ഒരു നോട്ടം ദൈവിക ഭക്തന്മാരുടെ മേൽ സാത്താൻ്റെ ഒരു നോട്ടമുണ്ട്. ഭക്തനായി ജീവിച്ച ഇയ്യോബിനെ തകർക്കാനായിട്ട് നോക്കി. ജോസഫിന്റെ മേലൊരു നോട്ടമുണ്ടായിരുന്നു. ജോസഫിന്റെ മേൽ, ജോസഫ് ജനിച്ചപ്പം മുതൽ ദൈവം അവന് കൊടുത്ത കൃപ എന്തുവാ? ദർശനങ്ങൾ വ്യാഖ്യാനിക്കുന്ന കൃപയാണ്. ജോസഫ് ഒരു സ്വപ്നം കണ്ടു, അത് ഫുൾഫിൽ ആകൽ എന്നുള്ളതാണ് സാത്താന്റെ പദ്ധതി. അതിനുവേണ്ടി ശത്രു വളരെ അവന്റെ മേൽ നോട്ടമിട്ടു, അവനെ തകർക്കുവാൻ. അവന്റെ സ്വന്തം സഹോദരന്മാർ അവനോട് അസൂയ പൂണ്ടു. അവനോട് സംസാരിപ്പാൻ, സമാധാനമായി സംസാരിപ്പാൻ, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ചെന്ന് അവർക്ക് ഭക്ഷണമായി ചെന്ന സഹോദരന്മാരെ ക്ഷേമത്തോട് ചെന്ന അനിയന്റെ വസ്ത്രമൂരി അവൻ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചു. അവനെ പൊട്ടക്കിണറ്റിൽ കൊല്ലുവാനിട്ടു. നോക്കിക്കേ, സ്വന്തം സഹോദരന്മാരെ പിശാച് കരങ്ങളിലെടുത്തു. സ്തോത്രം. അങ്ങനെ ജോസഫിനെ നശിപ്പിക്കുവാൻ നോക്കണമേ, പിശാച് പദ്ധതി ഇട്ടു. നീ മുന്നോട്ട് പോകുമ്പോൾ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ നോട്ടം ആരെയാ? യോസേപ്പിന്റെ മേല, യോസേപ്പിന്റെ സൗന്ദര്യത്തിന്മേല അവന്റെ നോട്ടം. എന്നാൽ പാപത്തെ തട്ടി മാറ്റിയിട്ട്, പാപത്തിന്റെ വസ്ത്രം തട്ടിക്കളഞ്ഞിട്ട് യോസേപ്പ് വിശുദ്ധിക്ക് വേണ്ടി ഓടി. സ്തോത്രം. നീ ശിംശോനെ നോക്കിക്കേ, അഭിഷേകമുള്ളവൻ, അന്യാരാധനയുടെ മേൽ ജയമെടുത്തവൻ, അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് അവനെ ബന്ധിക്കുന്ന ചങ്ങലകൾ പൊട്ടിക്കുവാനുള്ള അഭിഷേകത്തിന്റെ ശക്തിയുള്ളവൻ, ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഫെലിസ്ത്യ ശക്തികളുടെ മേൽ ജയമെടുത്തവൻ, ദൈവം ഉപയോഗിച്ചവൻ, അഭിഷക്തൻ, ദൈവാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരമുള്ളവൻ. നോക്കിക്കേ, അവനെ എങ്ങനെയാണ് തകർത്തത്? ദലീലയുടെ മടിയിൽ കിടന്ന് അവന്റെ ആത്മീക രഹസ്യത്തിന്റെ മർമ്മം പകർന്നു കൊടുത്ത്, ശത്രുവിന് കൊടുത്ത്, അവന്റെ ജഡ കട്ട് ചെയ്ത്, സ്തോത്രം, അവന്റെ ആശ്രിതം നശിപ്പിച്ച്, വേർപാട് നശിപ്പിച്ച്, വ്രതം നശിപ്പിച്ച്, ശേഷം മനുഷ്യരെ പോലായി അവന്റെ ശക്തി നഷ്ടപ്പെട്ടു. അവസാനം കണ്ണുപൊട്ടിയവനായി ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ വന്ന് മാവ് പൊടിക്കുന്നത്രയും പരസ്യകോലമായി അഭിഷക്തൻ മാറ്റപ്പെട്ടു. ദൈവമക്കളെ, സ്തോത്രം, ശുശ്രൂഷയുള്ളവരെയും ദർശനമുള്ളവരെയും അഭിഷേകമുള്ളവരെയും ദൈവോഹിക്കുന്നവരെയും ശത്രു നോട്ടവിടും. വളരെ പ്രാർത്ഥനയോട് വേണം മുന്നോട്ട് പോകുവാൻ. എന്നെ കേൾക്കുന്ന ദൈവദാസ, പ്രിയ സഹോദര, മാതാവേ, പിതാവേ, സഹോദരി, നിനക്കൊരു ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. നിനക്ക് പാടുവാൻ കൃപ തന്നിട്ടുണ്ട്. നിനക്ക് വചനം ശുശ്രൂഷിക്കാൻ കൃപ തന്നിട്ടുണ്ട്. നിനക്ക് വേദപുസ്തകം പഠിപ്പിക്കുവാൻ കൃപ തന്നിട്ടുണ്ട്. കർത്താവിന് വേണ്ടി പല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ടാലന്റുകൾ തന്നിട്ടുണ്ട്. എന്നാൽ ഓർത്തുകൊള്ളണമേ, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ നിന്റെ മേൽ ശത്രുവിനൊരു നോട്ടം കൂടെ ഉണ്ട് എന്ന് നീ മറന്നു പോകരുതേ. സ്തോത്രം. പ്രൈസറോ. ക്രിസ്തുവിന്റെ ജനനം മുതൽ ക്രൂശ് മരണം വരെയും ഈ ശത്രുവിന്റെ പോരാട്ടമുണ്ടായി. പുതിയ നിയമസഭയുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച പത്രോസിനെ തടവിലാക്കി. പ്രൈസറോ. പത്രോസിനെ തകർത്ത് കളയുവാനായിട്ട് നോക്കി. തേഫാസോസിനെ കല്ലെറിഞ്ഞു കൊണ്ടുപോകാൻ നോക്കി. സ്തോത്രം. ഇതുകൊണ്ടൊക്കെ ദൈവസഭ തീരുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ എൻ്റെ വാത്സല്യ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ശത്രുവിന്റെ പദ്ധതിയെല്ലാം പരാജയപ്പെടും. ദൈവം അനുവദിക്കാതെ, സ്തോത്രം, ഒന്നും ചെയ്യുവാൻ സാത്താന് സാധിക്കത്തില്ല. സ്തോത്രം. ദൈവം അനുവദിക്കാതെ ഒന്നും ചെയ്യുവാൻ, പ്രവർത്തിക്കാൻ സാത്താന് സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സാത്താന് ശക്തി ഉണ്ടെങ്കിലും അവൻ സർവശക്തനല്ല. സ്തോത്രം. ദൈവം അനുവദിച്ച്, ദൈവം വെച്ചൊരു അതിര് കടന്ന് മനുഷ്യന്റെ മേൽ ആക്രമിക്കുവാൻ സാത്താന് സാധിക്കത്തില്ല.
യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടുപോകും. സ്തോത്രം. ക്രിസ്തുജീവിതത്തിൽ ഉപവാസവും പ്രാർത്ഥനയും, അതായത് സുവിശേഷം 14:14-21 വരെ ഉപവാസവും പ്രാർത്ഥനയുമാണ് സാത്താന്റെ മേലുള്ള വലിയ ജയത്തിന് കാരണം. സ്തോത്രം. അതുപോലെ സാത്താന്യ ശക്തികളെ ജയിക്കുവാൻ, സ്തോത്രം, ദൈവമക്കളെ, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ കൊണ്ട് അനേക സഭകളും ദൈവദാസന്മാരും പരാജയപ്പെടുന്നത് പോരിൻ്റെ ആയുധമിട്ട് പോരാടും പിശാചി ഇവരെ തകർക്കും. ദൈവമക്കളെ, പോരിൻ്റെ ആയുധമല്ല, കോട്ടകളെ തകർക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ദൈവിക ശക്തി. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലെ 3 മുതൽ 4 വരെയുള്ള വാക്കുകളിൽ കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ള, സാത്താന ശക്തികളെ തകർക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ ശത്രുവിൽ നിന്ന് നമുക്ക് ജയമെടുക്കാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എന്തുവാ? സാത്താനോട് ജയമെടുക്കുവാൻ ദൈവത്തിന്റെ സർവായുധം ധരിച്ചുകൊള്ളുവീൻ. സ്തോത്രം. 6-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യത്തിൽ, പിശാചിന്റെ തന്ത്രത്തോടെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധം ധരിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ദൈവമക്കളെ, അതുകൊണ്ട് സാത്താനെ ദൈവം അനുവദിക്കാതൊന്നും നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി, പ്രൈസ് ദി ലോർഡ്, നമുക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പിശാചിന്റെ കുറ്റാരോപണം, ഹല്ലേലൂയ, യോബിനോട്, യാത്താനോട് ദൈവം ചോദിക്കുക, സ്തോത്രം, ഹാവ് യു കൺസിഡേർഡ് മൈ സെർവന്റ് ജോബ്? യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു പോകും. സ്തോത്രം. ഒരു വിഷയം കൂടെ ഞാൻ പറയട്ടെ. പഴയ നിയമത്തിൽ മോസസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട, ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരേണ്ടതാണ്. പഴയ നിയമ സഭയുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം കണ്ടവനാണ്. ജനനത്തിൽ തന്നെ, ജനിക്കുമ്പോൾ തന്നെ അവനെ കൊല്ലുവാൻ ശത്രു പദ്ധതിയുണ്ട്. ദൈവങ്ങളെ, നമ്മുടെ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ജനിക്കുമ്പോൾ, ജനനത്തിന് മുമ്പേ തന്നെ ഇവനിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിപ്പാൻ നിന്റെ തലമുറയോട് ശത്രു പോരാടും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ ജയമെടുക്കാം, പ്രാർത്ഥനയിൽ ജയമെടുക്കാം. ശത്രുവിൻ്റെ പദ്ധതികൾ തലമുറയുടെ മേൽ ജയമെടുക്കത്തില്ല. അനേക കുടുംബങ്ങൾ നിലവിളിക്കുകയാണ്, അനേക കുടുംബങ്ങൾ കണ്ണുനീരൊഴുക്കുകയാണ്. കുഞ്ഞുങ്ങൾ കൃപ വിട്ട്, സ്തോത്രം, കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെട്ട കുഞ്ഞുങ്ങൾ, ബൈബിൾ കോളേജിൽ പഠിച്ച കുഞ്ഞുങ്ങൾ, വേലയ്ക്ക് വിളിയുള്ള കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, യൂത്ത് മീറ്റിങ്ങിൽ, യൂത്തിലൊക്കെ പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങൾ, കർത്താവിന് വേണ്ടി സാക്ഷിയായി നിന്ന കുഞ്ഞുങ്ങൾ, അനേകർ കൃപ വിട്ടുപോയി. പിശാചിന്റെ കയ്യിലാണ്. എൻ്റെ വാത്സല്യ ദൈവമക്കളെ, അനേക കുഞ്ഞുങ്ങളെ പിശാച് നോട്ടമിട്ട്, അവൻ പദ്ധതിയിട്ട് അവരെ തകർക്കാൻ നോക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യോബിനെ പറ്റി സാത്താനോട് ദൈവം പറഞ്ഞത് എന്താണ്? ഫോർ ദർ ഇസ് നോ വൺ ലൈക്ക് ഹിം ഓൺ ദ എർത്ത്. അവനെ പോലെ ആത്മീയ ക്വാളിറ്റിയുള്ള ഒരുവനെ ഭൂമിയിൽ കാണാനില്ല. ദൈവമക്കളെ, നമ്മെ നന്നായി അറിയുന്നത് മറ്റാരുമല്ല. നമ്മുടെ ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭാര്യയെ ഭർത്താവിന് അറിയത്തില്ല, പാസ്റ്ററിന് അറിയത്തില്ല, കൂട്ടുവിശ്വാസികൾക്ക് അറിയത്തില്ല, കോവർക്കേഴ്സിന് അറിയത്തില്ല, സഹപാഠികൾക്ക് അറിയത്തില്ല. നമ്മെ നന്നായി അറിയുന്നവൻ ഉണ്ട്. സ്തോത്രം. അവനാണ് നമുക്ക് സർട്ടിഫൈ ചെയ്യേണ്ടത് കേട്ടോ. ഇന്ന് പകൽക്കാലത്തെയോ പൈതലേ, നിന്റെ ആത്മാർത്ഥതയെ നീ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവദാസ,
ലോകം നിനക്കെതിരായി ശത്രു അപവാദം പറഞ്ഞ് നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ നോക്കും. തളർന്നു പോകരുത് സഹോദര, ദൈവദാസ, പാസ്റ്ററെ, തകർന്നു പോകരുതേ. നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവമാണ് നിനക്ക് സർട്ടിഫൈ ചെയ്യേണ്ടത്. ജോസഫിനെ പറ്റി ഈജിപ്ഷ്യൻ കോടതിയിലെ കേസ് റെക്കോർഡ് എങ്ങനെയായിരുന്നു? വ്യഭിചാരക്കുറ്റം അല്ലെ സ്ത്രീപീഡനം. സ്തോത്രം. അതിനാണ് അവനെ ശിക്ഷിച്ചത്. വിശുദ്ധിക്ക് വേണ്ടി നിന്ന ജോസഫ്. പക്ഷെ സ്വർഗീയ കോടതിയിൽ ജോസഫിന്റെ റെക്കോർഡ് എങ്ങനായിരുന്നു? ക്ലീൻ ആയിരുന്നു. ക്ലീൻ ആയിരുന്നു. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. നിനക്ക് വേണ്ടി, നിന്റെ വിഷയത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമുണ്ട്. എവിടൊക്കെ നിന്റെ പേര് ചീത്തയോ അയോ അവിടൊക്കെ നിന്നെ മാനിച്ച് ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. എത്ര പേർക്ക് സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നമ്മെ നന്നായി അറിയുന്നവൻ. സ്തോത്രം. അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴിയിലൊക്കെ ഇരിക്കുന്നു. അവന്റെ നടപ്പൊക്കെ അവൻ തൂക്കി നോക്കും. അവന്റെ നടപ്പൊക്കെ അവൻ കാണുന്നു. യഹോവ നീതിമാന്മാർ വഴി അറിയുന്നു. 131 സങ്കീർത്തനത്തിൽ നമ്മുടെ ഇരിപ്പും നടപ്പും എല്ലാം അറിയുന്ന ദൈവം. പിശാചിനോട് സാക്ഷി പറഞ്ഞു കൊടുക്കുന്നത് യോബിനെ, പിന്നെ യഹോവ സാത്താനോട്, എന്റെ ദാസനായ യുവന്റെ മേൽ ഈ ദൃഷ്ടി വെച്ചുവോ? അവനെ പോൽ. രണ്ടാമത് പറയുകയാണ് നിഷ്കളങ്കിലും. ആദ്യത്തെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു നിഷ്കളങ്കിലും, നേരുള്ളവനും സ്വതന്ത്രം ദൈവഭക്തനും ദോഷം വിട്ടല്ല അകലുന്നവനും ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നരുളി ചെയ്തു. എന്റെ ദൈവമക്കളെ, ഇത് കൂടി എന്ത് സർട്ടിഫിക്കറ്റ് തരണം? ലോകം നിന്നെ പഴിക്കുമ്പോൾ, നിന്റെ കൂട്ടുവിശ്വാസി, നിന്റെ സഭകൾ, നിന്റെ സെൻട്രൽ പാസ്റ്റർ, നിന്റെ കൂടെ നിൽക്കുന്നവര്, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടവർ, നിന്റെ ബന്ധുമിത്രാദികൾ സകലരും നിന്നെ പഴിക്കുമ്പോൾ നിന്നെ മനസ്സിലാക്കുവാൻ സാധിക്കാതിരിക്കും. നിന്നെ പറ്റിയുള്ള ക്ലീൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, ക്ലീൻ ഷീറ്റ് സ്വർഗത്തിലെ കോടതിയിൽ. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ നിന്നെ സഹായിക്കും. അതുകൊണ്ട് ദൈവത്തിലെ സ്തോത്രം. ഹല്ലേലൂയ. പിശാച് മനുഷ്യന്റെ പിന്നാലെ തകർക്കുവാൻ, അപവാദം പറയുവാൻ, അവന്റെ ജോലി അപവാദം പറയുന്നവനാണ്. അപവാദം പറയുന്നവനാണ് പിശാചു. പറയുന്നത് എന്തുവാ? 1-ാം അധ്യായത്തിന്റെ, യോബിന്റെ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, സാത്താൻ യഹോവയുടെ വെറുതെ യോബ് ഭക്തനായിരിക്കുന്നു. Does Job fear of God for nothing? ദൈവശാചു പറയുന്നു. അവൻ ആത്മീയനായിരിക്കുന്നത്, അവൻ ഉപവസിക്കുന്നത്, അവൻ സുവിശേഷത്തിൽ നിൽക്കുന്നത്, അവൻ ട്രാക്ട് കൊടുക്കുന്നത്, അവൻ സൈൻ ബോർഡ് മിനിസ്റ്റർ ചെയ്യുന്നത്, അവൻ അധ്വാനിക്കുന്നത്, അവൻ ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അവൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാം, അവന് കിട്ടുന്ന സമയമൊക്കെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന വെറുതെയാ. അവൻ ഭക്തനായിരിക്കുന്ന വെറുതെ, അവൻ്റെ പ്രാർത്ഥന വെറുതെയാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, സ്വർഗം നമ്മെക്കുറിച്ച് എന്ന് പറയുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇന്ന് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കിയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് അടുത്ത വർഷം ചിന്തിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഈ ദൈവവചനം കേട്ട വാത്സല്യ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ദാസനായ ഇയ്യോബ് അനുഭവിച്ച കഷ്ടങ്ങൾ, സാത്താൻ അപവാദിയാണ്. അവൻ വിശുദ്ധന്മാരെ പറ്റി അപവാദം. അന്ന് സ്വർഗം ഞങ്ങളെപ്പറ്റി ഒരു സാക്ഷി പറയുമല്ലോ. സാത്താൻ പറയും അവൻ ഭക്തനായിരിക്കുന്ന വെറുതെ എന്ന്. അന്ന് സ്വർഗത്തിൽ ഞങ്ങളെക്കുറിച്ച് ഒരു റെക്കോർഡുണ്ടല്ലോ കർത്താവ്.
ശത്രുവായവൻ അനേകരെ ഉന്നം വെച്ചുകൊണ്ട്, ദൃഷ്ടി വെച്ചുകൊണ്ട് അനേകരെ തകർക്കാൻ നോക്കുമ്പോൾ, അനേക യൗവനക്കാരെ തകർക്കാൻ നോക്കുമ്പോൾ, അനേക ദൈവദാസന്മാരെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ, എന്റെ കർത്താവേ, നീ ജനത്തിന് വേണ്ടി എഴുന്നേൽക്കണമേ. നീ അനുവദിക്കാതൊന്നും സംഭവിക്കും. വചനം കേട്ട എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ബലിയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഗോഡ് ബ്ലെസ് യു.